ഈ ഒരു വിഷയം ഇപ്പൊ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സക്സസ് ആണ്. ഒരുപാട് പേര് ഇത് ചർച്ചയാക്കി മലയാളം ഇൻഡസ്ട്രി തകരാനായിട്ട് പോകുന്നു, ഇനി മലയാള സിനിമ ഉണ്ടാകുമോ, നിലനിൽപ്പിനെ പേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലർ ആരോടും ഒന്ന് ഷെയർ ചെയ്യുന്നവർ അല്ലായിരിക്കും, ചിലരെല്ലാവരോടും ഷെയർ ചെയ്യുന്നവരായിരിക്കും. ഈ ഷെയർ ചെയ്യാത്തവരാണ് കൂടുതൽ അവരുടെ സൊല്യൂഷൻ കിട്ടും. കോൺട്രവേഴ്സിക്കാണെങ്കിൽ നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല അല്ലേ? ആ കാലിന്റെ വെച്ചിട്ട് എന്തുകൊണ്ട് ശരിക്കും അങ്ങനെ കൊടുത്ത എന്തെങ്കിലും അതിൻ്റെ ഒരു പ്രതിഷേധമാണ്. വലിയ നടന്മാർ പുറകെ നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. ഇന്ന് നമ്മളോടൊപ്പം സെപ്റ്റംബർ 27 റിലീസിനൊരുങ്ങുന്ന റൊമാൻറ്റിക് സർവൈവൽ ത്രില്ലർ കൂൺ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഡയറക്ടർ പ്രശാന്ത് മൂലിക്കൽ, ഹീറോയിൻ സിത്താര വിജയൻ. ഹലോ. കൂൺ അങ്ങനെ റിലീസിനൊരുങ്ങാണ്. എന്താണ് കൂൺ എന്നുള്ളൊരു പേര് തന്നെ സിനിമയ്ക്ക് ഇടാനുള്ള കാരണം? നമുക്ക് കൂൺ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയാം മഷ്റൂം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കൂൺ എന്നുള്ളൊരു പേര് തന്നെ ഇട്ട്? ആദ്യം തന്നെ കൂണ് എന്ന് കണ്ട് എല്ലാവരും ചോദിച്ചു, കൂൺ മാജിക് മഷ്റൂം ആണോ? മാജിക് മഷ്റൂം ഉണ്ട്, മാജിക് മഷ്റൂമാണ്. എങ്കിലും കൂണ് എങ്ങനെ ടൈറ്റിലായി എന്നുള്ള സാധനം പറയുമ്പോൾ, ഈ ഫിലിമിൽ കൂണിന് നമ്മൾ കൂണ് ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കെയറിങ് എല്ലാം കൊടുത്ത് വേണം കൂണിനെ എത്തിക്കാൻ. ഇപ്പോൾ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് അവളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേഷൻ നമ്മളതിന് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ടൈറ്റിലാണെന്ന് തോന്നി. സബ്ജക്റ്റ് വൈസും ആ ടൈറ്റിൽ ഓക്കെയാണ്. അങ്ങനെയാണ് ഞാൻ കൂൺ എന്ന ടൈറ്റിലേക്ക് എത്തിയത്. ട്രെയിലറിലും ഈ മഷ്റൂം കാണിക്കുന്നുണ്ട്, ഉണ്ട്, കണ്ടിരുന്നു. നമുക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു വിമൺ ഓറിയൻറ്റഡ് ഫിലിമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെയാണോ? അത് ഞാൻ ഇക്വാലിറ്റി നോക്കുന്ന ആളാണ്. എനിക്ക് വരുന്ന സബ്ജക്റ്റും ഞാൻ കേൾക്കുന്നതും എല്ലാം ആ ടൈപ്പാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, അങ്ങനെ ആകണം. രണ്ടുപേരും ഒരേ രീതിയിൽ ആക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരിക്കണം എന്ന രീതി. അല്ലാതെ അങ്ങനെ ഇതല്ല. ആക്സിഡൻ്റലി ഇത് ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റ്, പക്ഷേ അതേ സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടുപേരും മത്സരിച്ചു. പക്ഷേ പ്രേക്ഷകൻ കണ്ടു കഴിയുമ്പോഴാണ് ആരാണ് യഥാർത്ഥത്തെ വില്ലനും വില്ലത്തി ആരാണെന്നുള്ളത് പ്രേക്ഷകൻ ലാസ്റ്റ് മനസ്സിലാക്കും. പക്ഷെ നമുക്ക് ഫീൽ ചെയ്തത് വില്ലത്തി എന്നാണ് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, അല്ലേ? അതിൽ സിത്താര അടിപൊളിയായിട്ട് അതിലെ ഓരോ ഡയലോഗ്സ് ഒക്കെ, അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഐ വിൽ എൻജോയ് യുവർ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ഒരു വില്ലത്തി ഫീലൊക്കെ ഉണ്ട്. ഓക്കെ, ആക്ച്വലി എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ ഒരു ഹീറോയിനും ഒരു വില്ലത്തി, ഒരു സൈക്കോ എല്ലാം ഇല്ലേ? സ്ത്രീയുടെ ഉള്ളിൽ നിന്നല്ല, എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെ ഉള്ളിലും രണ്ട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഇതിപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇപ്പം നമ്മൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപർണ എന്ന് പറയുന്നത്, ആ ഫീമെയിൽ ക്യാരക്ടർ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ്റെ ഒരുപാട് ഇമോഷണൽ വീക്ക്നെസ്സുകളും ഒരു മെൻ്റൽ ട്രോമകളിലൂടെ കടന്നു പോവുകയും അത് ഒരുപാട് ഈഗോ കാരണം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപർണ. സോ എങ്ങനെയാണ് ഒരു ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിലും ബോയ് ഫ്രണ്ടിനോടാണെങ്കിലും ചോദിക്കുകയാണെങ്കിലും ഒരു സ്ത്രീയെ എത്രമാത്രം മനസ്സിലാകുന്നുണ്ട്, വാട്ട് വി നീഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചോദ്യം പല ആണുങ്ങളും പതറി പോകുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഒരു സ്ത്രീക്ക് ആവശ്യമുള്ളത് എന്ന്. അപ്പം ഒരു പരിധി വരെ നമ്മളുടെ ഈ ഒരു സിനിമയിൽ ആ ഒരു ഹൗ ടു ടേക്ക് കെയർ ഓഫ് എ വിമൻ എന്ന് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ മറ്റൊരു കോയിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്ന പോലെ ഒരു ടോക്സിസിറ്റി ഉണ്ട്, ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ഉണ്ട്, ഒരു വയലൻസ് കിടപ്പുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു ഫൈറ്റും കോമഡിയുടെയും ഒരു കുറവുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. സമയപരിധി മൂലം വരാനതാ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഗ് ഒന്നും ഇല്ല അല്ലേ? കാരണം നമ്മൾ നമ്മുടെ ഡ്യൂറേഷൻ വളരെ കുറവാണ്, 1.5 മണിക്കൂർ കാണാം. നമ്മൾ ഷൂട്ടിംഗ് ടൈമും ആണെങ്കിലും അതെ, ആ ടൈമിങ് എടുത്തത് 18 ദിവസം ഷൂട്ട് ചെയ്തു. അതെ, 21 ഡേയ്സിന്റെ ഒരു സ്കെഡ്യൂൾ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കോവിഡ് കാരണം നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് റിലീസിംഗ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, മാറ്റി 3 വർഷമായി. ഇപ്പൊ റിലീസ് ഡേറ്റ് മാറ്റി 3 വർഷമായി. ട്രെയിലർ ഇറങ്ങിയിട്ടും 2 വർഷമായല്ലേ? എന്താ ശരിക്കും കോവിഡ് തന്നെ ആയിരുന്നു ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ? ഫസ്റ്റ് ദിവസം ഷൂട്ട് കഴിഞ്ഞ് കോവിഡ്. അപ്പം പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ സിതാരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കോവിഡ് അടിച്ചു, എല്ലാവർക്കും കുഴപ്പമുണ്ടോ? അപ്പോൾ ആള് പറയാ ഞാൻ ഓക്കെ ഒന്നും ചെയ്യാന്ന്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇതാണ്.
പിന്നെ ടെൻഷനായി എനിക്ക്. കാരണം ബാക്കി ക്രൂവിനെല്ലാം നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ താഴെ 2 ഫ്ലാറ്റായിട്ടായിരുന്നു. താഴെ കൊറോണ ഉള്ളവരെല്ലാം താഴെയും എല്ലാത്തിനും വേണം. എന്നാൽ ശരി, സിതാര പറഞ്ഞു ഞാൻ എന്നാൽ കുറച്ച് എന്നാൽ വെയിറ്റ് ചെയ്യാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോഴത്തേന് ബാക്കി ഇപ്പം ലിമലിനായാലും കോഡ് അടിച്ചു. ഇപ്പോൾ സൗണ്ട് ടോൺ മാറുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇനി ഇത് കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇവരെല്ലാം ടോണ്. അപ്പോൾ സിതാര ഇപ്പോൾ പറഞ്ഞു അതിന് മുമ്പ് കണ്ട് എനിക്കിങ്ങനെ ടോണ് വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്ത് പിക്കപ്പ് ചെയ്ത് കിട്ടും, ഡെവലപ്പായി വരുമെന്ന് പറഞ്ഞു. ശരി, ബാക്കി എല്ലാം ഇപ്പം ഞാൻ ലിമനോട് പറഞ്ഞു ഇത് കഴിഞ്ഞ് ചിലപ്പം ഷൂട്ട് തുടങ്ങുന്ന ദിവസം ചിലപ്പോൾ എനിക്ക് കൂടാവും, എന്നാൽ പോലും നിങ്ങൾ ഷൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ നല്ല സപ്പോർട്ടാണ്. പുള്ളി അതും പറഞ്ഞു എങ്ങനെയാണ് പ്രശാന്ത് നമുക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട സാർ, പ്രോജക്റ്റ് മാറ്റണ്ട, ഇവർ 14 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് ക്ലിയർ ആകുകയാണെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഷൂട്ട് തുടങ്ങാം. അങ്ങനെയാണ് ഞങ്ങൾ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാൻ സമയത്താണ് കോവിഡ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പ്, അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിലേക്ക് കടക്കുകയാണ്. പക്ഷേ അത്രയും റിസ്ക്കിയാണ്. അതായത് മലയാള സിനിമ പകച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് കുറച്ച് സമയം കുറച്ചാളുകൾ മാത്രം 2-3 പ്രോജക്റ്റേ നടക്കുന്നുള്ള സമയത്ത് പുറത്തെ ഇതിൻ്റെ 80% ഫ്ലാറ്റാണ്. അതിന് ശേഷം ഔട്ട്ഡോർ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏകദേശം ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനത്തെ ഒരു ടൈമിൽ എടുത്ത കാരണം ഇനിയിപ്പോൾ സിനിമ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ ആ ഒരു ഇവർക്ക് കോവിഡ് പോസിറ്റീവായിട്ട് ഡേറ്റ് മാറ്റിയപ്പം ഞാൻ കരുതിയത് എന്നെ മാറ്റി കാണൂലേ എന്നാണ്. കാരണം നമുക്ക് ഇപ്പം നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം സിനിമ എന്ന് മാത്രമല്ല, ചെറിയൊരു വർക്ക്, ചെറിയൊരു ഷൂട്ട്, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ആയിക്കോട്ടെ, ആളുകളെ മാറ്റിയതിന് ശേഷം അവർ പോസ്റ്റ്പോണ്ട് ആയി എന്ന് വിളിച്ചു പറയും. അതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. ഇപ്പോൾ സിനിമ തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മളെ മാറ്റിയിട്ട് അവർ വേറെ ആളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ അടുത്ത് പറയാം അതിൽ പ്രശ്നമുണ്ട്, അതൊന്ന് പോസ്റ്റ്പോണ്ടായി. പക്ഷെ നമ്മൾ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ പണം തിയേറ്ററിൽ കാണും. പിന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ പുതിയ ആളായിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആളായിക്കോട്ടെ, ഒരുപാട് പേര് ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ആ ഒരു കേർട്ടസി ഇല്ലാത്ത ഒരുപാട് ഇതുണ്ട്. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയൊന്നുമില്ല. കറക്റ്റ് 2 ആഴ്ച ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് എന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയായിരുന്നു. ടെൻഷൻ അടിച്ചു ആദ്യമൊക്കെ വിളിക്കാണ്ടായപ്പോട്ടെ. ആളെന്ന് എനിക്ക് വേറെ വെച്ചാൽ ആൾ ആദ്യം കണ്ടപ്പോൾ മെലിഞ്ഞിരിക്കുക. ആ സമയത്ത് ഏതോ വേറെ കാര്യത്തിന് വർക്കൗട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ മെലിഞ്ഞിരിക്കുക. അപ്പോഴാണ് ഷൂട്ടിന് ഇതിനു വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് തരുമെന്ന്. ആള് പെട്ടെന്ന് തന്നെ ഒരു 10 സെറ്റ് ദിവസം കണ്ട് എടുത്തുള്ളൂ. വണ്ണമൊക്കെ വെച്ച് വന്നപ്പോൾ കോവിഡ് അടിച്ചു. അപ്പോഴത്തെ ആളെ കൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ അത് ബുദ്ധിമുട്ടാകും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലായതുകൊണ്ട് നല്ല തടി വെച്ചൊരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, മൂക്കൊക്കെ ആയിട്ട്. അപ്പം ആ തടി വെച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ ഡയറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് അടുപ്പിച്ചൊരു 15 ദിവസം ഞാൻ ജിമ്മിൽ പോയിട്ട് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല മെലിഞ്ഞ ഷേപ്പിൽ, വേണ്ട ഷേപ്പിലാവും. എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ മെലിഞ്ഞിരിക്കാനാണ്. അപ്പം അങ്ങനെ ആയിക്കോളും. അതുപോലെ തന്നെ ഇനിയിപ്പം തടി കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രശ്നവുമില്ല. ഈ ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? എന്നെ വിളിച്ചിട്ട് കുറെ ഇൻസിഡൻസ് നടന്ന കാര്യമൊക്കെ പ്രശാന്ത് ഏട്ടൻ പറയായിരുന്നു. ഇവിടെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ എവിടെ ഒരു വീട്ടില് ഒരാള് ഒളിച്ച് താമസിപ്പിച്ച അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി അറിയാതെ താമസിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കുണ്ട്. പിന്നെ ഞങ്ങൾ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞ് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്, റിയൽ ആയിട്ട്. ഞങ്ങൾ എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓക്കെ ഇതേ രീതിയിലൊരു എറണാകുളത്തൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ക്യാരക്ടർ സ്കെച്ചിന് വേണ്ടി ഞാൻ ആളെ കുടഞ്ഞ് ചോദിച്ചു ഓരോ കാര്യങ്ങൾ. ഞാൻ അങ്ങനെ എല്ലാ ക്യാരക്ടറിനെയും പറ്റി ഞാനൊരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ നോക്കിയായിരുന്നു. അപ്പോൾ അവരെ പറ്റിയിട്ട് അവരുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് പിന്നീട് ഷൂട്ടിംഗ് ടൈം പറഞ്ഞു കൊടുക്കാൻ, വർഷ ടൈം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ സിമിലാരിറ്റി വരും, എങ്ങനെയാണെന്ന് പറഞ്ഞു. ആള് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലാക്കിയിട്ട് അവതരിപ്പിച്ചു കൃത്യമായിട്ട്. കാരണം സിങ് സൗണ്ട് ആയതുകൊണ്ടും ആള് റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അപ്പം 2 ആക്കും. ഇപ്പം ലിമലിനാണേലും വേറെ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് സ്ക്രിപ്റ്റ് കാണാൻ പഠിച്ചു. അപ്പോൾ ഇടയ്ക്ക് സിത്താര മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്, എനിക്കതാ വേണ്ടേ. അതേപടി പഠിച്ചു വെച്ചിട്ട് ഈ ഇന്ന സാധനം പറഞ്ഞില്ലല്ലോ, അപ്പോൾ അത് പറഞ്ഞാൽ പുള്ളി അടുത്ത് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ. അപ്പം 2 പേർക്ക് 2 ക്വാളിറ്റി ഉണ്ട്. ഒരാൾ ബൈഹാർട്ട് ചെയ്യും, കാരണം നമ്മൾക്ക് കിട്ടാതെ ഞങ്ങൾക്ക് ക്യാമറയ്ക്ക് പുറകെ നിന്ന് അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നാളുകളിൽ അഭിനയിക്ക് എത്തണമെങ്കിൽ
നമ്മൾ എങ്ങനെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഇവൻ കാണാൻ പഠിച്ചിട്ടുണ്ട്, ഇവർ കൃത്യമായിട്ട് ഫുള്ള് പഠിച്ചിട്ടുണ്ട്. സിത്താര എന്നാന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് അവതരിപ്പിക്കും. അങ്ങനെ രണ്ടുപേർക്കും സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് സംബന്ധിച്ച്. അതെ, ഇതിപ്പോൾ നമ്മൾ സർവൈവൽ ത്രില്ലർ എന്നാണല്ലോ പറഞ്ഞത്, റൊമാൻറ്റിക് സർവൈവൽ ത്രില്ലർ. അപ്പോൾ റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമായിട്ട് എന്തെങ്കിലും കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് ഒരുപാട് മൂവീസ് അങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ റിയൽ ആയിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിലൊരു റിയൽ ഇൻസിഡൻറ്റ്, ഇത്തരം ഡിറ്റോ ഒരു റിയൽ ഇൻസിഡൻറ്റ് നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ഇതിനുള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോസിബിളാണ്. അതിപ്പം ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല. അത് ഇപ്പം അപർണയുടെ ആ ഒരു മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സ്ത്രീകളിൽ നമുക്ക് ഇത്തരം ഒരു സ്ത്രീനെ കാണാം. ഒരു അപർണേനെ നമുക്ക് ഒരുപാട് പേരിൽ കാണാം. ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന അപർണയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. മറിച്ച് ലിമൽ ചെയ്ത കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരാളൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ സ്വഭാവം, ഓരോരുത്തർക്കും ഓരോ സ്വഭാവ വൈകല്യങ്ങളുണ്ട്. മനസ്സിലായി. അത് ചിലർ അതിനെ ആഘോഷിക്കുന്നവരുണ്ട്. അങ്ങനെ ആഘോഷിക്കുന്ന ഒരു കഥാപാത്രം. യെസ്, നമ്മളുടെ നല്ല സ്വഭാവം മാത്രമല്ല, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ കൂടി നമ്മൾ ആഘോഷിക്കണ്ടേ? അങ്ങനെ ആഘോഷിച്ചാൽ എന്ത് പറ്റും എന്നുള്ളത്. സൈക്കോ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂ? യെസ്, ഓഫ് കോഴ്സ്, സൈക്കോ. എല്ലാ മനുഷ്യരും ഒരു സൈക്കോ ഉണ്ട്. ശരിക്കും ഈ സിനിമ എന്താ, അതായത് സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് കൊടുക്കുക, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ ശരിക്കും? ഉണ്ട്. അതൊരാൾ, ഒരു സ്ത്രീ എങ്ങനെ അവളുടെ അവസ്ഥാ വ്യതിയാനത്തിലൊക്കെ എങ്ങനെ റിക്കവറായി വരാം, എങ്ങനെ അവൾക്ക്, ചിലർ ആരോടും ഒന്ന് ഷെയർ ചെയ്യുന്നവർ അല്ലായിരിക്കും, ചിലരെല്ലാവരോടും ഷെയർ ചെയ്യുന്നവരായിരിക്കാം. ഈ ഷെയർ ചെയ്യാത്തവരാണ് കൂടുതൽ ആത്മഹത്യക്ക് അവരൊരു സൊല്യൂഷൻ കണ്ടിട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, അത് കഴിഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ചെറിയ ആ ഒരു അന്നേരപ്പം ഉണ്ടാകുന്നൊരു വികാരമാണ് ആത്മഹത്യ. അതല്ല, അത് കഴിഞ്ഞ് റിക്കവറി ലൈഫുണ്ട്. നാണംകെടാൻ ഞാൻ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇതാകാം. പക്ഷേ അതിനുശേഷം എനിക്ക് ലൈഫുണ്ടെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഓൾറെഡി അതിനകത്ത് കൊണ്ടുവന്നുണ്ട്. ലേഡീസിന് ഇപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫിലിം ആയിരിക്കും അതോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും? ലേഡീസിനല്ല, ആർക്കും, എല്ലാവർക്കും. അതിപ്പോൾ ഒരു സ്ത്രീനെ മനസ്സിലാക്കുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ ഓക്കെ ഇങ്ങനെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കാം. അതും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവരൊരുപാട് ക്രിട്ടിസൈസ് ചെയ്തേക്കാം. കോൺട്രവേഴ്സിക്കാണെങ്കിൽ നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ചർച്ച ചെയ്യപ്പെടും, ഉറപ്പാണ്. അപ്പം ഇൻ കേസ് ഷൂട്ടിംഗ് ടൈമിലാണെങ്കിൽ പോലും ഭയങ്കര സ്ട്രഗ് വെച്ചാൽ നമ്മൾ ഈ കൺജസ്റ്റഡ് ആയിട്ടാണ്. നമുക്ക് റൂമൊക്കെ ആകുമ്പോഴും ഇപ്പോൾ ഇവർ ആർട്ടിസ്റ്റ് സിത്താരയാണെങ്കിൽ കയ്യിലൊക്കെ കെട്ടി ഇട്ടിട്ടുണ്ടാവും. ട്രെയിലർ കണ്ടല്ലോ, ടീച്ചറിൽ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ലൈറ്റ്, ചിലപ്പോൾ ലൈറ്റ് ചെയ്യുന്നവരെയും ക്യാമറ സിത്താര അവിടെ തന്നെ ഇരിക്കും. അഴിച്ചിട്ട് പിന്നെ ഒന്ന് കേട്ടണ്ടേ, അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ ഫ്രഷ് എയർ സമയത്ത് എന്നോട് ഫ്രഷ് എയർ ടൈം ബ്രേക്ക് പറയാണ് പുള്ളി വെളിയിൽ പോയി എയർ കൊണ്ടിട്ട് പുറത്തൊക്കെ പോയി നിൽക്കുമായിരുന്നു. പക്ഷെ കുറെ കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറി തുടങ്ങി. എല്ലാവർക്കും ഞാനൊരു ശല്യമായി തുടങ്ങിയ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാന് ഒരു എന്താ പറയാ, ആ ഒരു സമയം 2021, I was only 21 years old, 22 years old, 22 വയസ്സുള്ള ആ സമയത്ത് ഞാൻ ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഞാൻ അൺനെസസറി കാര്യങ്ങൾക്കൊക്കെ ചുമ്മാ അൺനെസസറി സ്ട്രഗിളും ട്രബിളും ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഒരുമാതിരി ദേഷ്യം വരുന്ന ഒരു സ്വഭാവം, പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ സ്വഭാവം മാറുന്ന ഒരു മൂഡ് സ്വിങ്സും എല്ലാം വരാനുണ്ട് എനിക്ക്. അങ്ങനെ അതൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. എല്ലാവർക്കും ഞാൻ ചെറിയൊരു തലവേദനയും കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും ചിരിപ്പിക്കുകയും സീരിയസ് സിറ്റുവേഷൻസിൽ ഞാൻ ചിരിപ്പിക്കുകയും. ഞാനത് ഒരാളുടെ ആദ്യം തൊട്ട് ക്യാരക്ടർ മനസ്സിലാക്കി ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ അതനുസരിച്ച് റൂട്ട് ചെയ്ത് ഞാൻ അതനുസരിച്ചാണ് നിന്ന് ഓൾറെഡി സിതാരെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിത്യ മേരി, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിത്യ മേരിയാണ്. നിത്യ മേരി ഇങ്ങനെ സിതാരയ്ക്ക് എന്ത് കാര്യത്തിനും സംസാരിക്കാൻ ഒരാളുണ്ട്, ലേഡി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻ കേസ് ഇടയ്ക്ക് ഷോട്ട്, ചില ഷോട്ട് ഒത്തിരി പോവും വെച്ചാൽ ഓടുന്ന, അല്ലെങ്കിൽ അതിനകത്തുള്ള കുറേ വെച്ചാൽ എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ തിരിച്ച്, അതായത് ഞാൻ അന്നേരം ഇപ്പം നമ്മുടെ മനസ്സിൽ ഇത്രയും ദിവസം കൊണ്ട് തീർക്കണം, പിന്നെ കൊറോണ കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ വൈബ് നിൽക്കുക. സിതാരയ്ക്ക് വേണ്ട അത് കഴിഞ്ഞിട്ട് കുറേ പ്രോഗ്രാം അല്ലേ, രണ്ട് പരിപാടിയും ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. എനിക്കിത് പെട്ടെന്ന് തീർക്കുകയും വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ആദ്യം വയലൻസ് സീക്വൻസ് മൊത്തം എടുത്തിട്ടാണ് റൊമാൻസിലേക്ക് പോയത്. കാരണം ഇവർ എന്താ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി എല്ലാം സെറ്റായിരുന്നു.
നോർത്ത് നോക്കി ഈ ഒരു സ്ട്രഗിൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഈ സിനിമയിലെ കൂട്ട് തന്നെ ഈ കുട്ടി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏതാ ഇത്രയും ഇത് കോൺജസ്റ്റൻ, ലൈറ്റ്, ചൂട് എല്ലാം ആളാ. അങ്ങനെയാണ് ആളുടെ രൂപം മാറിയത്. അത് ഞാൻ തിരിച്ചെടുക്കുമായിരുന്നു. അല്ല, ഇത് ഗുണമല്ല, ഞാൻ പറയാം, തിരിച്ചെടുക്കുമായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് വന്നത്, നല്ല റിസൾട്ട്. ഞാൻ അതൊരു ആദ്യത്തെ ആ ഒരു റൊമാൻറ്റിക് സെഷൻ എടുത്തതിന് ശേഷം സ്ട്രഗിൾസ് ചെയ്യുമായിരുന്നെങ്കിൽ അത് പക്ക ആയേനെ. കാരണം നമ്മൾ ആ ഒരു ക്യാരക്ടറുമായിട്ട് യൂസ്ഡ് ആയേനെ. ആ ഒരു സമയത്ത് ഇതുപോലെയല്ല. ഞാൻ ഇപ്പൊ ഈ ഒരു 3 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് പഠിച്ചു കേട്ടോ. ഇപ്പൊ ടൈം മാനേജ്മെന്റ് ആണെങ്കിലും ഇപ്പൊ നമ്മളുടെ തന്നെ ഒരു മൂഡ് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ ഇപ്പം നല്ല കൺട്രോളിലാണ്. പക്ഷെ ആ ഒരു ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഇവരൊക്കെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കുക, ഇവരൊക്കെ ചില്ലായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് വഴക്കൂടുക, അതെ. അപ്പൊ പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു ഇവരെല്ലാരും പറയാ. ലിമലിനോട് ചോദിച്ചാൽ അറിയാം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിത്താരേനെ സഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ചോദിക്കട്ടെ. അങ്ങനല്ല, അപ്പം ഓൾറെഡി ആളുടെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ പോകുന്നു. പക്ഷെ നമ്മളതനുസരിച്ച് റൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇതായിട്ട് പക്ഷെ ആ സീനിൽ ആള് റിയൽ ആയിട്ട് അഭിനയിച്ചേക്കണേ. ദേഷ്യം തന്നെയാ അടിച്ചു കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അതായത് ആ ക്യാരക്ടർ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്ന പോലത്തെ ക്യാരക്ടർ. ഇത് കൊറേ ടേക്ക് എടുത്തിട്ട് വന്നിട്ട് എന്ത് ഓക്കെ നമ്മൾ ഒറ്റ അടിക്കാറുള്ളൂ, വെയിറ്റ് അടിച്ച് പൊട്ടിച്ചേ. അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. ആ ഒരു സ്വഭാവത്തിന്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി, വേണ്ട സാധനം കിട്ടും. ഒരങ്ങനെ റെസ്റ്റ് ടൈമിലാണെ പോലും ആ റഫ് പ്ലേസിലാണ് ഇവർ കിടക്കുന്നത്. ചാക്ക് അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട്. ലിമിലാണെങ്കിൽ പോലും അപ്പുറത്ത് പോയി തെർമോക്കോള് അവർക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് ആവണം ഒന്നും അങ്ങനെ എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. ഞാൻ എന്ത് സൗകര്യമാണോ ഒരുക്കിയേക്കുന്നത് ആ സൗകര്യത്തിൽ എല്ലാവരും. ഞാനും പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ നിൽക്കുന്നതും അതിനോട് അഡാപ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതും. അതുപോലെ പക്ഷെ നമുക്ക് ഫണ്ടിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പം റോഷൻ ചേട്ടനാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ അമല ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു, തമാശ പറയുക. ഇപ്പം അമല് സ്വന്തം സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഇതിങ്ങനെയായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും തമാശയാക്കും. എന്നെ ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും ഈ അൺനെസസറി വാശി കാണിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും കൂൾ ഡൗൺ ചെയ്യാനായിട്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്തെങ്കിലും ഇപ്പോൾ ഈവനിങ് സ്നാക്സ് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്നെ നേരത്തെ കൊണ്ടുവന്ന് 2 എക്സ്ട്രാ എടുത്തോ, ചില്ലായിട്ടിരിക്കുക. അങ്ങനെ എല്ലാരും ഹെൽപ്പ് ചെയ്തിരുന്നു. സിത്താര എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. ഇത്രയും ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ അത്രയും അടിപൊളി ലൊക്കേഷൻ ആയിരിക്കുമല്ലോ. ഏതോ ഒരു ഫുഡ് ഓക്കെ നല്ലതാന്ന് പറഞ്ഞു, ആ ഫുഡായിരുന്നു. പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇത് അടിപൊളി ആണോ, ഓക്കെ. ഇപ്പൊ നമ്മള് പോസ്റ്ററിലേക്ക് വരുമ്പോ തന്നെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അത് ഭയങ്കര രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നല്ലോ. ആ കാലിന്റെ വെച്ചിട്ട് എന്തുകൊണ്ട് ശരിക്കും അങ്ങനെ കൊടുത്ത എന്തെങ്കിലും ഒരു എന്താ പറയാ സസ്പെൻസ് വെക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ? പ്രതിഷേധം അതെന്താ അങ്ങനെ? അത് ഞാൻ ഒത്തിരി ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ കഥ പറയാനും ഒക്കെ പോകുമ്പോൾ എക്സ്പീരിയൻസിനെ ചോദ്യം ചെയ്യും സമയത്ത് ഇപ്പം ഞാൻ അറിയുന്നുണ്ട് സീനിയർ ആയിട്ടുള്ള ഈ പറയുന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് ഒരു ഡേറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചെറിയ കോറത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കുന്നുള്ളൂ, അല്ല അങ്ങനെ അവർ തന്നെ ഇന്ന ആൾക്കാർ വർക്ക് ചെയ്താലേ സ്ഥാനത്താകത്തുള്ളൂ, ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് അല്ല, ഒരു ടീമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരു കൂട്ടായ്മയാണ് സിനിമയുടെ വിജയം എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പോസ്റ്റർ ഡിസൈൻ മനുച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ആർട്ടിസ്റ്റിൻ്റെ തല വെച്ച് വേണ്ട, ആർട്ടിസ്റ്റിനെ ജഡ്ജ് ചെയ്ത് പടം കാണുണ്ടായിരുന്നു, അല്ലെങ്കിൽ പടത്തെ മനസ്സിലാക്കണ്ട, നമുക്ക് റിസൾട്ട് മൊത്തത്തിൽ വേണം. അപ്പോൾ ചേട്ടൻ അതനുസരിച്ച് കാല് വെച്ച് സാധനം ഇറക്കിയത് ആണ് സാധനം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇപ്പോൾ ഈ സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആസ് എ ഡയറക്ടർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, അതായത് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയൻസ് അങ്ങനത്തെ സിനിമകൾ കാണാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരുപാട് പേര് അഭിനയിച്ച പടങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? കണ്ടന്റ് ഓറിയൻറ്റഡ് ആണ്. അത് ഞാൻ പറഞ്ഞു, ഒത്തിരി ഇപ്പം നമ്മുടെ ക്രൂവിൽ പോലും സിത്താരയുടെ ഏജിലുള്ളവരാണ് കൂടുതലും ടീമിലുണ്ടായിരുന്നത്. അവരെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരായിരുന്നു ടീം മൊത്തം. അപ്പോൾ അവർ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഏജിലോട്ടുള്ള ആൾക്കാരുടെ വൈബ് നമുക്കറിയാമായിരുന്നു പക്കായിട്ട്. അതനുസരിച്ചാണ്. കാരണം അതുപോലെ പഠിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുണ്ട്. പുതിയ ആൾക്കാർക്ക് അവസരം വേണം, പുതിയ കണ്ടന്റുള്ള പുതിയ വലിയ നടന്മാർ പുറകെ നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർക്ക് അവസരം കിട്ടണം, മനസ്സിലായോ? ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ.
ഇത് സത്യം പറഞ്ഞാൽ യൂത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം തിയേറ്ററിൽ കയറുന്നത്. അതിന് ശേഷമാണ് അതിൽ ഓഡിയൻസ് കുറവായി തുടങ്ങി. മനസ്സിലായോ? അത് ഈ പഴഞ്ചൻ അഭിപ്രായങ്ങൾ മാറി നല്ല ഇതിലേക്ക് പോകണം എങ്കിലേ. കാരണം ഞാൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നോർത്തേക്കില്ല, ഈ ചെറിയ മൈക്രോ സ്ക്രീനിൽ വരാൻ അല്ല മിനി സ്ക്രീനിൽ വരായിരുന്നത് ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ഇത് തന്നെയാണ്, ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ വലിയ ഡ്രീം പൂർത്തീകരിക്കുക. അപ്പോൾ ആ സംബന്ധിച്ച് നാളത്തെ പുതുതലമുറയ്ക്കൊരു മോട്ടീവ് കൂടാണ് ഈ ടീം തന്നെ. അതെ. ഇപ്പോൾ പ്രശാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടറാണ്. അതിന് മുമ്പ് എന്തായിരുന്നു ശരിക്കും? ഞാൻ എറണാകുളത്ത് ടെലികോമിൽ ടീം ലീഡറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എറണാകുളത്ത് അങ്ങനെ സിനിമ പഠിക്കാൻ വേണ്ടി തന്നെ എറണാകുളത്ത് വേണം. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നിയ ഫിലിം സ്കൂൾ, കൊച്ചി മീഡിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ പ്രോജക്റ്റുകളൊക്കെ ചെയ്താണ് ഞാൻ പ്രോജക്റ്റുകൾ ചെയ്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദറിനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ സിത്താരയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിത്താരനെ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എൻ ആങ്കർ ISLൻ്റെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആക്ട്രസ് എന്നതിനേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്കർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആങ്കർ ആണോ ആക്ടർ ആണോ, അത് ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ? രണ്ടിൻ്റെയും സെയിം ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ആക്ടിങ് ആണെങ്കിലും നമ്മളുടെ ഒരു കംഫർട്ട് സോണാണ്, ആങ്കറിങ് ആണെങ്കിലും കംഫർട്ട് സോണാണ്. എനിക്ക് പാഷൻ പ്രൊഫഷൻ ആക്കാൻ പറ്റി. ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പം ചെറുപ്പത്തിലേ ഈ ഒരു ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടും അതുപോലെ തന്നെ എനിക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടിയത് കൊണ്ടും എനിക്ക് ഒരുപാട് ജീവിതം പഠിക്കാനാണെങ്കിലും ആൾക്കാരെ പരിചയപ്പെടാനാണെങ്കിലും ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനാണെങ്കിലും സർവൈവ് ചെയ്ത് നിൽക്കാനാണെങ്കിലും ഒരുപാട് എനിക്ക് പഠിക്കാൻ പറ്റി ഈ ഒരു ചെറിയ ടൈമിലെ തന്നെ. താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എല്ലാം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ സ്ട്രഗിൾ ഇതാണ് അത് ഈസി ആണെന്നൊന്നുമില്ല. എല്ലാം ഐ ക്യാൻ ഡു എവറിത്തിങ് ആ ഒരു രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ കരിയറിൽ ഒരു ഭയങ്കര മൈൽ സ്റ്റോൺ ആയിരുന്നു അല്ലേ ഈ ISL എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് ഇങ്ങനെ ഒരാൾ പോകുന്നു, ചെറിയ കാര്യമല്ലല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഞാൻ ISL ചെയ്തത് എല്ലാവർക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക്. കാരണം സ്പോർട്സുമായിട്ടൊരു ബന്ധവും ഇല്ല. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്പോർട്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനൊരു ഫുട്ബോൾ മാച്ച് ഇരുന്ന് കാണുന്നൊന്നും വീട്ടിൽ കണ്ടിട്ടേ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഞാൻ ഫുട്ബോൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇതേ ഷോക്കായിരുന്നു. ഫുട്ബോളോ, നീയോ? അതെ ശരിയാണ്, ഞാനോ? പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുന്ന വലിപ്പം അറിയാതെ എടുക്കുന്ന ഒരു ചലഞ്ചായിരുന്നു കേട്ടോ അത്. ഏറ്റവും കൂടുതൽ ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ ഞാൻ വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ അവിടെ തന്നെയാണ്. അത് സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കാണെങ്കിലും എല്ലാത്തിനും പുറകിലുള്ള ധൈര്യം എന്ന് പറയുന്നത് അന്ന് എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ആണ്. നാലാളുടെ മുന്നിൽ സംസാരിക്കാനാണെങ്കിലും ഒരു അഭിപ്രായം പറയാനാണെങ്കിലും ഒക്കെ എനിക്ക് അന്ന് അവിടെ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് തന്നെ. എനിക്കത് ചെയ്യാമെങ്കിൽ എനിക്കിതും ശ്രമിച്ചു നോക്കാം എന്ന് കിട്ടിയൊരു കോൺഫിഡൻസാണ്. അതെ. ഇപ്പോൾ ഫുൾ ആക്ടിങ് ആയല്ലേ? ഇല്ല, ഞാനിപ്പം ISL കഴിഞ്ഞിട്ട് ഞാൻ IPL ചെയ്തു. IPL ഈ കഴിഞ്ഞ സീസൺ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്സ്, അതായത് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇനിയിപ്പോൾ കുറച്ച് ട്രാവലിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിയാലോ എന്നുള്ളൊരു കാര്യം. ഇനി കൂണ് കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും എന്നൊക്കെ അല്ലേ? സിത്താരെ കാണാൻ കിട്ടില്ല. ഇപ്പോഴേ ബിസിയാണ് ആണല്ലേ? ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ഫുൾ ബിസിയാന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒറ്റ നോട്ടത്തിൽ ഞാൻ ഭയങ്കര ബിസിയാണ്. പക്ഷെ ഞാൻ എന്നും എൻ്റെ ഫ്ലാറ്റിൽ റീൽസ് ഒക്കെ കണ്ട് അവിടെ ഇരിക്കണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ എപ്പോഴും പ്രിറ്റൻഡ് ചെയ്യണം ദാറ്റ് വി ആർ ബിസി, വി ആർ നോട്ട് അവൈലബിൾ എന്ന് നമ്മൾ എപ്പോഴും കാണിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഇപ്പോഴും ബിസിയാണ്. അതെ, ഇനി ബാക്കിയുള്ളവരും ട്രൈ ചെയ്യുന്നൊക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് തന്നെ നമ്മളോടുള്ള ഒരു വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് അവൈലബിൾ ഫോർ എനി വൺ. അതായത് നമ്മളടുത്ത് ആരും അങ്ങനെ എന്താ പറയുക, അത്ര ഈസി ആയിട്ട് പീപ്പിൾ വോണ്ട് മെസ് അപ്പ് തിങ്സ്. they won't mess with us because നമ്മൾ ഫുൾ ബിസിയാണ്, നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദിസ്. ഈ സില്ലി കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയമില്ലാന്ന് അല്ലെങ്കിൽ നമ്മളങ്ങ് പ്രിറ്റൻഡ് ചെയ്തേക്കണം. നമുക്ക് നമ്മളുടെ കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റുക എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതൊരവസ്ഥയല്ല, അതൊരു അവസരമാണ്. അതിലും കൂടുതൽ ഒരു അച്ചീവ്മെൻ്റ് ഒരാൾക്ക് കിട്ടാനില്ല. ഇഫ് വി ക്യാൻ എൻജോയ് അവർ ഓൺ കമ്പനി, പിന്നെ ബാക്കിയെല്ലാം ഈസിയാണ്. ഈ കൂണെന്ന് പെട്ടെന്ന് നമുക്ക് വിളി വന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു? ഞാൻ ചെയ്യണോ വേണ്ടേ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇങ്ങനൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ്
നമ്മൾ സംസാരിച്ചതും എൻ്റെ അടുത്ത് ജീയുടെ അടുത്ത് ആദ്യം വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ ബ്ലഡി ജീൻസ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് കണ്ടിട്ടാണ് ജീനെ കോൺടാക്ട് ചെയ്യണത്. ജി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ജോണറാണ് ചെയ്യുന്നുണ്ടോ, ആ ഓക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ത്രില്ലർ, ഇങ്ങനെയുള്ളൊരു സൈക്കോ ക്യാരക്ടറും കാര്യങ്ങളും, ഇങ്ങനെ ഒരു ഡാർക്ക് ജോണറിലുള്ള ഒരു മൂവീസ് എനിക്ക് ഇഷ്ടം. അപ്പോൾ കാണുകയാണെങ്കിലും എനിക്ക് ത്രില്ലറും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ആ ഒരു ത്രെഡ് കേട്ടപ്പോഴേ, ഒരു വൺ ലൈൻ കേട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. റൊമാൻറ്റിക് ത്രില്ലർ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ കൂണിനെ ഡിഫറെൻ്റ് ആക്കുന്ന എന്തായിരിക്കും? അങ്ങനെ ചോദിക്കുമല്ലോ ആൾക്കാർ, കൂണിനെ ഡിഫറെൻ്റ് ആക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ ഇപ്പം ഈ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം ഒരു പുതിയൊരു മേക്കിംഗ് സ്റ്റൈലാണ്, അതൊരു പാറ്റേൺ പിടിച്ചേ നമുക്ക് അതിൽ കൂടെ ഒരുപാട് ലാഗ് അടിച്ച് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ പോയിൻ്റായിട്ട് മാത്രം സംസാരിച്ചാൽ മതി. 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ആൾക്കാർ ഒരാൾ സിനിമ കാണുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ വിഷ്വലിലൂടെ കാണുമ്പോൾ വിഷ്വൽ ഡീറ്റെയിൽ ആയിരിക്കാം, സൗണ്ടിലായിരിക്കാം, അങ്ങനെ എല്ലാ തലത്തിലൂടെയും നമ്മുടെ ഈ സിനിമ സംസാരിക്കുന്നത്. 2 സിനിമ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആ സിനിമയൊക്കെ പോയി ആൾക്കാർ കാണുമ്പോഴാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കാണുന്നുണ്ടോ, അങ്ങനല്ല 2 സിനിമ ഇതിനകത്ത് ഇവർ കാണുന്ന 2 സിനിമയുണ്ട്. ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല സിനിമ കാണുന്നത്, ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പല ഹിഡൻ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ അദ്ദേഹം നല്ല രീതിയിൽ എനിക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു തലത്തിൽ ഓക്കെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, OTT ഫ്രെയിമിന് പറ്റുന്നൊരു പ്രോജക്റ്റാണ്. തിയേറ്ററിൽ വരുമ്പോഴത്തേന് ആ ഒരു ഇതുണ്ട് ആൾക്കാർക്ക്, ആ ഒരു കാരണം ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ത്രില്ലർ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം. പക്ഷേ ഇതിന് പ്രത്യേക ഒരു ഓഡിയൻസിന് ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ലാംഗ്വേജ് ഇപ്പം 2 പേർക്കും നല്ല ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഡയലോഗ്സ് പോലും മിക്സഡായിട്ടാണ്, ഇംഗ്ലീഷും മലയാളത്തോടെ മിക്സ് ചെയ്തിട്ടാണ് ഇത്. സബ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ഏതൊരു സമൂഹത്തെ എവിടെ ഇരുന്നാലും ഇത് കണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ഞങ്ങൾ മേക്ക് ചെയ്തേക്കുന്നത്. ആ വിഷ്വൽ ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് ഇവരുടെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ടായിട്ടുണ്ട് ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇവരുടെ ആ ഒരു ബിഹേവിങ് എല്ലാം പക്ക ഇതായിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ചാൽ എഴുതിക്കൊണ്ട് പറയുന്നില്ല, എനിക്ക് അത് അനുഭവിച്ചിട്ടുള്ളതുണ്ടാവും. ഡയറക്ടർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് ഗൗരിലക്ഷ്മിയാണ് സോങ് പാടിയേക്കുന്നത്. പിന്നെ അതുപോലെ യാസിൻ നിസാർ ഗൗരിലക്ഷ്മിയോടാണ് എൻ്റെ സോങ് പാടിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ പിന്നെ പ്രൊമോ സോങ് ഒരാളെ എനിക്ക് ചെയ്തു തന്നു, SR ജസൂരജ് എന്ന് പറഞ്ഞൊരു പ്രൊമോ സോങ് ചെയ്തു തന്നിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ ആർട്ട്, സ്പെഷ്യൽ ആർട്ട് ഇതിനകത്ത് കൂണ് കഴിക്കുന്ന ടൈപ്പിൽ, സിത്താരയ്ക്ക് കഴിക്കുന്ന ടൈപ്പിലൊരു കൂണാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അത് മേക്ക് ചെയ്ത് തന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ആർട്ടാണ്. ഒരു ഒറിജിനൽ അല്ല, അപ്പോൾ ഒറിജിനൽ അല്ല, അല്ലേ? പെട്ടെന്ന് ഞാൻ അത് കേക്കാണ്. നമ്മുടെ കേക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അത്. നമ്മുടെ കീർത്തി നായർ എന്ന് പറയുന്ന ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരി ചെയ്തു തന്ന. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ സണ്ണി അങ്കമാലിയാണ്. പുള്ളി കട്ടിലും കാര്യങ്ങളും അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്നതനുസരിച്ച് എല്ലാം പക്കായിട്ട് ഓരോന്നെല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന ഫ്രെയിം അനുസരിച്ചാണ് ഓരോ ഡീറ്റെയിലിങ്ങും എല്ലാം അതിനകത്ത്. അന്ന് അവൈലബിലിറ്റി അല്ല, കടവ് ഷോപ്പ് പോലും അങ്ങനെ വലിയ ലൈവ് അല്ലായിരുന്നു. സമയത്താണ് നമ്മൾ ഓരോന്നും ചെയ്തു തന്നെ. അങ്ങനെ പിന്നെ സൗണ്ടിൻ്റെ ടീമാണ് ജോബിനാണേലും, സിങ് സൗണ്ട് ജോബിനും നിതിനും, അതുപോലെ പ്രശാന്ത് SP ആണെങ്കിൽ പോലും നല്ല വലിയ പ്രോജക്റ്റുകളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. ചേട്ടൻ ഇപ്പം ചിത്രാഞ്ജലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓരോന്നും. അപ്പോൾ അതിന് ടോപ്പിങ്സ്, അതായത് പറഞ്ഞ സിത്താര അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞ സാധനത്തിനകത്ത് എല്ലാം ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് പ്രോജക്റ്റ് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കിട്ടത്തുള്ളൂ. 2 സിനിമ നമ്മൾ അതിനകത്ത് വിഷ്വൽ ലാംഗ്വേജിൽ പോലും നമ്മൾ ആ രീതിയിലും സൗണ്ടിലും എല്ലാം നല്ല രീതിയിൽ ടീം മൊത്തം കോപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ക്യാമറയ്ക്ക് നല്ല ഫ്രെയിംസ്, ടോജോ ആണ് നല്ലൊരു ബ്യൂട്ടി ഫ്രെയിംസാണ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത്. ടോജോയും സോഷ്യലും അതുപോലെ ആദർശവും എല്ലാം നല്ല രീതിയിൽ അവർ ക്യാമറ ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫ്ലോർ സിതാരയ്ക്ക് അറിയാമെന്ന് നമ്മൾ മറ്റേ വർക്ക്ഷോപ്പ് സമയത്ത് ഫ്ലോർ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, ഫ്രീ ആയിട്ട് എടുക്കുമായിരുന്നു. അത് പിന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുമായിരുന്നു അതിനനുസരിച്ച്. അങ്ങനെയാണ് നമ്മളത് ഫ്രെയിമിനെ മൊത്തം സെറ്റ് ചെയ്തത്. എല്ലാത്തിനും ഒരു നല്ല ഡീറ്റെയിൽ വേണം. കാരണം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാകുന്ന രീതിയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ മൊത്തത്തിൽ സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? എനിക്കും ഒരു സസ്പെൻസ് ആണ്. ഞാനിതുവരെ ഔട്ട് കണ്ടിട്ടില്ല. ഇല്ല. അപ്പോൾ കാണിച്ചിട്ടില്ല, ഞാൻ 2 പേരെയും കാണിച്ചിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അവർക്കും സസ്പെൻസ് ഇട്ട് വെച്ചിരിക്കുകയാണല്ലേ? യെസ്.
ഓക്കെ, അപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ അറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ സിനിമകളെല്ലാം ഇറങ്ങുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ചർച്ച മെയിനായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ. അപ്പോൾ ആസ് ആൻ ആക്ടർ എന്താ പറയാനുള്ളത്? ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരിപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്ത് നടന്നു കഴിഞ്ഞിട്ട് അന്നേ പ്രതികരിച്ചില്ല, ഇപ്പോൾ എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ കുറവാണ്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്ന് പറയുന്നത്, അതും കൊല്ലങ്ങൾ മുൻപ് നടന്നൊരു സംഭവം. അവർക്കൊക്കെ തരാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇനിയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനി വരാൻ പോകുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ കുറച്ചും കൂടി സേഫാണ് ഇനി. ഇത്രയും രീതിയിലുള്ളൊരു ചൂഷണം ഒരുപക്ഷെ ഇനി അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഈ ഒരു വിഷയം ഇപ്പോൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സക്സസ് ആണ്. അവർ ചെയ്തിട്ടുള്ള വലിയ സക്സസ് ആണ്. ഇനി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതും അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് കുറച്ചെങ്കിലും, ഐ എം നോട്ട് സെയിങ് കംപ്ലീറ്റ്ലി നമുക്കൊരു ക്ലെൻസിങ് നടക്കാൻ പോവുകയാണെന്നല്ല പറയുന്നത്, കുറച്ചെങ്കിലും മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ സക്സസ് ആണ്. കാരണം ഒരുപാട് പേര് അൺറീച്ചബിൾ എന്ന് കരുതിയിരുന്ന ഒരു സംഭവത്തെയാണ് ഇപ്പം പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഒരുപാട് പേര് ഇത് ചർച്ചയാക്കി മലയാളം ഇൻഡസ്ട്രി തകരാനായിട്ട് പോകുന്നു. ഇനി മലയാള സിനിമ ഉണ്ടാകുമോ, ഇനി മലയാള സിനിമയുടെ ഭാവി എന്താണ്? ചില പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന ചില കമൻറ്റുകളുണ്ട്, എന്തിനാ പണിക്ക് പോകുന്നത്, വേറെ വല്ലതും തൊഴിൽ പോയിട്ട് ജീവിച്ചുകൂടെ? അങ്ങനെ ഇവരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഇപ്പം അഭിനയം നിർത്തിയിട്ട് എല്ലാവരും ക്യാമറയൊക്കെ പൊടിയിട്ട് മൂടി എല്ലാവരും പറമ്പിൽ പോകട്ടെ, അല്ലെങ്കിൽ ബാങ്കിൽ പണിക്ക് പോകട്ടെ, അങ്ങനെ ഒരു അഭിപ്രായമുള്ളവരുമുണ്ട്. അങ്ങനെയൊന്നും തകർന്ന് വീഴാൻ പോകുന്ന ഇൻഡസ്ട്രി അല്ല മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മലയാളം ഇൻഡസ്ട്രി ഈസ് സോ ഡിഫറെൻറ്റ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള ഫിലിം ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രി അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ സിനിമകളായിക്കോട്ടെ, നമ്മളുടെ കണ്ടൻറ്റുകളായിക്കോട്ടെ, നമ്മളുടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു മുഖമുദ്രയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. നമ്മളുടെ ഒറിജിനാലിറ്റി, കഥ പറയുന്ന രീതി, നമ്മൾ വെറും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമല്ലാതെ ഒരുപാട് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. അങ്ങനെ പെട്ടെന്ന് തകർന്നു പോകുന്ന ഇൻഡസ്ട്രി. ഒരേ ടൈം തന്നെ ഒരു സൈഡിൽ നല്ലതാണെങ്കിലും അതേ സമയം ഒരുപാട് പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും വരും. അതായത് ഈ ഒരു ടൈമിലാണ് അവർക്ക് എല്ലാവരും പറയാൻ തോന്നി, ഇതിന് മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നിലനിൽപ്പിനെ പേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മൾക്ക് പറയണമെന്നുണ്ടെങ്കിലും ഒരു ഫിയർ എലമെന്റ് ഉള്ളിലുണ്ടെങ്കിലും നമ്മളിപ്പം പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയാതെ വെച്ചിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പൺ ആയി പറയും. എനിക്കിപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത്തരം രീതിയിൽ ഞാൻ അപ്രോച്ചബിൾ ആണെന്നുള്ള ഒരു വൈബ് എൻ്റെ അടുത്ത് നിന്ന് ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ പഠിച്ചത് അമൃത കോളേജിലാണ്. നമ്മൾ മജോറിറ്റിയും ലേഡീസ് ആയിരുന്നു. നമ്മുടെ വിമൻസ് ഒൺലി ആയിരുന്നു കോഴ്സ്. ബാക്കി ബാച്ചിലുള്ള ആമ്പിള്ളേർ എന്നെ കാണുമ്പോഴത്തേക്ക് മാറി പോവായിരുന്നു. നിന്നെ എല്ലാവർക്കും പേടിയാ. ഞാനൊരു വഴക്ക് കൂടാനോ ഒരു തല്ല് പിടിക്കാനോ എന്തിനാ ഹാർഷായിട്ട് സംസാരിച്ച പോലെ ഈ 3 വർഷത്തെ കോളേജ് എക്സ്പീരിയൻസിൽ എനിക്കില്ല. പക്ഷേ അത്ര ആക്സസിബിൾ ആയിട്ടോ ഈസി ആയിട്ടോ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും കിട്ടാറില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വൈബ് അനുസരിച്ച് തിരിച്ചു പെരുമാറുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിന്നിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പം ഇങ്ങനെ ഒരു ഇത്തരം ഒരു അവസ്ഥ എനിക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഒന്നും ആയിട്ടില്ല. ഞാൻ ലെറ്റ്സ് സീ. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രതികരിക്കും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കും. എനിക്ക് ഇതുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്കിത് തന്നെ കിട്ടണം എന്നൊരു വാശിയൊന്നും എനിക്കില്ല. ഞാൻ വരുന്നത് ആങ്കറിങ് ത്രൂ ആണ്. ഇപ്പം എന്താ പറയുക, സർവൈവൽ മെത്തേഡ് എനിക്ക് പലതുണ്ട്. ഞാൻ നല്ല നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ടിപ്പം ഭക്ഷണം ഉണ്ടാക്കാനും എനിക്ക് ബേസിക് ലൈഫ് സ്കിൽസ് എല്ലാം അറിയാവുന്ന ഒരാളാണ്. ഐ എം എഡ്യൂക്കേറ്റഡ്. എനിക്ക് പണിക്ക് പോകാൻ മടിയൊന്നുമില്ല. അല്ലാതെ എനിക്ക് ഇത് തന്നെ കിട്ടണം, എന്തിനും ഞാൻ റെഡിയാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും എനിക്കില്ല. ഐ ക്യാൻ ഡു ആങ്കറിങ് ആൻഡ് ഐ എം ബ്ലെസ്ഡ്. റെഡിയാണ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മെയിൻ വിശേഷം കൂണാണല്ലോ. അപ്പോൾ എന്തായാലും സിനിമ സെപ്റ്റംബർ 27 റിലീസ് ആവട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാ ജനങ്ങളും ഒരേപോലെ ഏറ്റെടുക്കട്ടെ, അത് തന്നെയല്ലേ ആഗ്രഹം? അതെ, പുതിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അത് ഒരു ടീം വർക്കാണ്. അപ്പം നാളത്തെ തലമുറകൾക്ക് അവർക്ക് ഒരു മോട്ടീവ് ആകട്ടെ, വന്ന് തിയേറ്ററിൽ പടം കണ്ട് വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ലതോ ചീത്തയോ അഭിപ്രായം നമുക്ക് ആവശ്യമാണ്.
കാരണം പറഞ്ഞല്ലോ ഇതൊരു പകച്ചുന്ന സമയത്ത് നമ്മൾ എടുത്തിരുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സമയത്ത് ഷൂട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. അത് റിലീസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ. അപ്പോൾ അതേ വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഇപ്പോഴും നേരിടുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇന്നവർ ചെയ്താൽ ഇന്നതാണ് അങ്ങനെയൊന്നുമില്ല. ഏത് സബ്ജക്റ്റും സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്കാണ് നമ്മൾ സിനിമ ഇറക്കുന്നത്. അവരാണ് ജഡ്ജ് ചെയ്യേണ്ടത് സിനിമയെപ്പറ്റി. അതെ, അപ്പോൾ സിനിമ എന്തായാലും അടിപൊളിയാവട്ടെ. താങ്ക് യു.